പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിക്ക് ഞാൻ പാർക്കിലെത്തി. അവളവിടെ മുൻപേ എത്തിയിരുന്നു. ഒരു തൂവെള്ള ഫുൾ സ്ലീവ് ചുരിദാറായിരുന്നു അവളുടെ വേഷം. അതിലവളെ എനിക്കൊരു മാലാഖയെ പോലെ തോന്നി. എന്നെ കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. "നീ കറക്റ്റ് ടൈമിലാണല്ലോടാ," ഡോക്ടർ എന്നോട് പറഞ്ഞു. "അങ്ങനെയല്ലേ വേണ്ടത്, നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ടല്ലോ." "താങ്ക്സ് ഡാ. വാ, നമുക്ക് ആ മരത്തണലിരിക്കാം." അവിടെ ഇരുന്നു കൊണ്ട് അവൾ അവളുടെ കഥ പറഞ്ഞു. "ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയം എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. മിഥുൻ എന്നായിരുന്നു അവൻ്റെ പേര്. എൻ്റെ സീനിയറായിരുന്നു. കോളേജിലെ അറിയപ്പെടുന്ന പ്രണയ ജോഡികളായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ തമ്മിലുള്ള പ്രണയം അത്രയ്ക്ക് ഡീപ്പായിരുന്നു. എല്ലാം ഞങ്ങൾ പങ്കുവെച്ചു. ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയം അവനൊരു ദിവസം എന്നെ കാണാൻ വന്നു. അവൻ്റെ വിവാഹ നിശ്ചയമെന്ന് പറയാൻ അവൻ്റെ ഫാമിലി ഫ്രണ്ടിൻ്റെ മകളുമായി. ഞാനാകെ ഷോക്കായി. "നീ എന്താ പറയുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു. അവരുടെ വിവാഹം മുമ്പേ ഉറപ്പിച്ചതാണെന്നും കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനുമായി റിലേഷൻ ഉണ്ടാക്കിയെന്നും അവൻ പറഞ്ഞു. ഞാനാകെ തകർന്നു പോയി. അവനോട് ഞാൻ ചൂടായി. എന്തൊക്കെയോ പറഞ്ഞ് ബഹളമായി. കോളേജ് മൊത്തം അതറിഞ്ഞു. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു. ഞാൻ ഫ്രണ്ട്സ് എന്ന് കരുതിയവരുടെ തനിനിറം എനിക്കന്ന് മനസ്സിലായി. എൻ്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടായ റുബീനയുടെ പ്രസവ സമയമായിരുന്നു. ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. എല്ലാവരോടും എനിക്ക് വെറുപ്പായി. എനിക്ക് എന്നോട് തന്നെ വെറുപ്പായി. എങ്ങനെയോ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കാര്യങ്ങൾ അറിഞ്ഞ റുബീന എന്നെ നിർബന്ധിച്ച് അവളുടെ ഒരു ബന്ധുവിൻ്റെ ഹോസ്പിറ്റലിൽ ജോലിക്ക് ചേർത്തു. അവിടെ ഞാൻ ആരുമായി കൂട്ടായില്ല. ജോലി ചെയ്യും, വരും, അത്ര തന്നെ. ആരോടും ചിരിക്കില്ല, ദേഷ്യം. ഇതൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോഴാണ് ഞാൻ അരുണിനെ കണ്ടുമുട്ടുന്നത്. ഒരു ഉടക്കിലൂടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പിന്നെ അവൻ എന്നോട് കമ്പനിയാകാൻ വന്നു. ഞാനാണെങ്കിൽ ദേഷ്യത്തോടെ പെരുമാറി. പക്ഷെ അവന് നല്ല ക്ഷമയായിരുന്നു. അവൻ പതിയെ പതിയെ എന്നോട് സംസാരിച്ച് കമ്പനിയായി. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിധം നല്ല പെരുമാറ്റത്തിലൂടെ അവൻ എൻ്റെ ഫ്രണ്ടായി. എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് പതിയെ അവൻ്റെ സ്വഭാവം മാറ്റിയെടുത്തു. പതിയെ ഞാൻ പഴയ അവസ്ഥയിലേക്ക് വന്നു. അരുണിൻ്റെ കൂടെ ഞാൻ PGക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അവൻ MBBS ആയിരുന്നു. അങ്ങനെ രണ്ടാളും എൻട്രൻസ് പാസ്സായി. രണ്ടാൾക്കും ഒരേ കോളേജിൽ കിട്ടി. അവൻ ഡെർമറ്റോളജിയും ഞാൻ ഡെൻ്റൽ PGയും. ആ സമയത്തൊക്കെ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അവൻ എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ നന്നായി പഠിച്ചു. അവൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരുന്നു. ഒടുവിൽ കോഴ്സ് കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി രണ്ടാളും പാസ്സായി. ഡെൻറ്റിസ്റ്റിൻ്റെ PSC നോട്ടിഫിക്കേഷൻ കണ്ട് അവൻ എന്നെ നിർബന്ധിച്ച് അതെഴുതിച്ചു. അവൻ തൽക്കാലം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി. എനിക്ക് PSC കിട്ടി. ഞാൻ ജോലിക്ക് കയറി. അവൻ ജോലിക്കിടയിൽ PSC നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവനും ഒരു ജോലി കിട്ടി. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയപ്പോൾ അവൻ എന്നെ വിളിച്ചു. എന്നെ നേരിട്ട് കാണണമെന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞു. ഇവിടെ ഈ പാർക്കിൽ കാത്തു നിൽക്കാനാ അവൻ എന്നോട് പറഞ്ഞത്. ഞാൻ കുറേ കാത്തു നിന്നെങ്കിലും അവൻ വന്നില്ല. അവനെ വിളിച്ചപ്പോൾ കിട്ടിയുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അവന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തിയ ഞാൻ കണ്ടത് വെള്ള പുതച്ച അവൻ്റെ ശരീരമാണ്. ഞാൻ അവിടെ കുഴഞ്ഞു വീണു. അവൻ്റെ മരണത്തോടെ ഞാൻ ഡിപ്രഷനിലായി. പിന്നെ ചികിത്സകളും കൗൺസിലിങ്ങും കൊണ്ട് ഞാൻ തിരിച്ചു വന്നു. പക്ഷേ പഴയതുപോലെ ആയില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ചു. വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. കേരളത്തിൽ പല ജില്ലകളിൽ ജോലി ചെയ്തു. 3 മാസം മുമ്പ് സ്വന്തം ജില്ലയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. ഇവിടെ എത്തിയപ്പോൾ സമയം കളയാനും കുറഞ്ഞ പൈസയ്ക്ക് സേവനം നൽകാനുമാണ് ഞാൻ തൻ്റെ നാട്ടിൽ ക്ലിനിക്ക് തുടങ്ങിയത്. ഒടുവിൽ എനിക്കതുവഴി ഒരു നല്ല ഫ്രണ്ടിനെയും കിട്ടി. പറഞ്ഞു നിർത്തിയ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതൊക്കെ കേട്ടതോടെ എനിക്ക് അവളോട് വല്ലാത്തൊരു സഹതാപവും ഇഷ്ടവുമെല്ലാം തോന്നി. അവളെ ആ മൂഡിൽ നിന്നും മാറ്റാനായി ഞാൻ വേറൊരുന്ന് ചോദിച്ചു. ചില തമാശകളും പറഞ്ഞു. പതിയെ അവൾ പഴയ പോലെയായി. അവൾക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. "ഡാ,
എൻ്റെ കഥകൾ നിന്നോട് പറഞ്ഞപ്പോൾ മനസ്സിന് നല്ല സമാധാനമുണ്ട്. ആ, അതാണ്. ഇപ്പോൾ സമാധാനം കിട്ടിയില്ലേ? ഇനി അത് കളയരുത് കേട്ടോ. തനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്, നല്ലൊരു കുടുംബവുമുണ്ട്. ജീവിതത്തിൽ ഇതൊന്നും ഇല്ലാത്ത എത്ര പേരുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ സ്നേഹിക്കുക, സന്തോഷമായി ജീവിക്കുക. എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും. ഞാൻ അവളോട് പറഞ്ഞു. "ഉം, നീ നല്ലൊരു ഫ്രണ്ടാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞത്." അതെ, ഞാൻ എപ്പോഴും തൻ്റെ നല്ലൊരു ഫ്രണ്ടായിരിക്കും. ഇനി നവ്യമോൾ മനോഹരമായി ഒന്ന് ചിരിച്ചേ. അത് കേട്ട് അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ച് സമയം കൂടി ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ തിരിച്ചുപോയി. വീട്ടിലെത്തിയതായി അവൾ മെസ്സേജ് അയച്ചു. സന്ധ്യയായപ്പോൾ ഞാൻ അവൾക്കും ഒരു മെസ്സേജ് തിരിച്ചയച്ചു. ഹലോ, ഗുഡ് ഈവനിങ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ റിപ്ലൈ വന്നു. ഹായ് വിച്ചു, ഗുഡ് ഈവനിങ് ഡാ. എന്ത് ചെയ്യാ? ഞാൻ കിടക്കുക. എന്തു പറ്റി ഈ സമയത്ത് കിടക്കാൻ? ഞാൻ ചോദിച്ചു. അത് എനിക്ക് വയറുവേനയാടാ. അയ്യോ, അതെന്തു പറ്റി? ഐസ്ക്രീം പണി തന്നതാണോ? ഏയ്, അതൊന്നും അല്ലടാ. എന്നാ ഒരു ലെമൺ ടീ ഉണ്ടാക്കി കുടിക്ക്. വയറിലെ പ്രശ്നമൊക്കെ പെട്ടെന്ന് മാറിക്കോളും. ഇത് അതുകൊണ്ടൊന്നും പോകില്ലടാ, അവൾ പറഞ്ഞു. ഏ, അതെന്താ? എടാ, ഇത് എല്ലാ മാസവും വരുന്നതാ. എല്ലാ മാസം വരാൻ ഇതെന്താ സാലറിയോ? ഓ, എടാ പൊട്ടാ, ഞാൻ നിന്നോട് എങ്ങനെയായി പറയാ? പറയടോ. എടാ, നിനക്ക് മനസ്സിലായില്ലേ എല്ലാ മാസവും വരുന്ന വയറുവേദന? ഓ, അതോ? ആ, അത് തന്നെ. എന്നിട്ട് നല്ല വേദനയുണ്ടോ? ആ, ഉണ്ടടാ. ഈ വേദന എല്ലാവർക്കും ഉണ്ടാകുമോ? ആടാ, ചിലർക്ക് നല്ല വേദനയും ബോഡി പെയിനും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകും. ഓ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. അപ്പോൾ ഈ സമയം നല്ല കെയർ വേണം അല്ലേ? അതെ, അതല്ലേ പെൺകുട്ടികളെ ആഗ്രഹിക്കുന്നത്. അല്ല, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ട് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേടാ? അവൾ ചോദിച്ചു. അതിന് അവൾ ചുമ്മാ എന്നെ കളിപ്പിക്കായിരുന്നില്ലേ? തനിക്കറിയോ, ഞാൻ അവളെ ഒന്ന് തൊട്ടിട്ട് കൂടിയില്ല. അവളെയെന്നല്ല, ഒരു പെണ്ണിനെയും മനസ്സറിഞ്ഞ് ഞാൻ തൊട്ടിട്ടില്ല. ഏ, അപ്പോൾ നീ ശരിക്കും? ആ, അതെ, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പൊട്ടനാണ്. ഏയ്, അതൊന്നും വലിയ കാര്യമല്ലടാ. ചിലപ്പോൾ നിന്നെ കെട്ടാൻ വിധിക്കപ്പെട്ട പെണ്ണിൻ്റെ പ്രാർത്ഥനയാകും. എന്തായാലും അവൾ ഭാഗ്യവതിയാണ്, ഡോക്ടർ പറഞ്ഞു. കോപ്പാണ്. എനിക്കൊക്കെ പെണ്ണ് കിട്ടുമെന്ന് തന്നെ അറിയില്ല. കിട്ടാതെ പിന്നെ? അതൊക്കെ കിട്ടും മോനെ. എന്തായാലും മോൾക്ക് നല്ല ക്ഷീണവും വേദനയും ഉള്ളതല്ലേ. റെസ്റ്റ് എടുക്ക്. പിന്നെ കാണാം. ടേക്ക് കെയർ. ഓക്കേടാ, ബൈ. അങ്ങനെ ദിവസം ചെല്ലും തോറും ഞങ്ങൾ വളരെ ക്ലോസായി. അവളുടെ ഒരു മെസ്സേജോ കോളോ കിട്ടാതിരുന്നാൽ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. അവൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഒരു ദിവസം രാത്രി അവളൊരു ഫോട്ടോ അയച്ചു. ഒരു ഹിൽ ഏരിയയിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യം. ഇതേതാ സ്ഥലം? ഞാൻ ചോദിച്ചു. നിന്റെ നാട്ടിൽ നിന്നും ഒരു 5 കിലോമീറ്റർ കാണും. പാൽമല എന്നാണ് പേര്. ഞാനിപ്പോൾ FBയിൽ ഒരു പോസ്റ്റ് വായിച്ചതാ. അടിപൊളി സ്ഥലം അല്ലേടാ? ആ, കൊള്ളാം, നല്ല സ്ഥലം. നമുക്ക് നാട്ടിലിങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ? അതേടാ, ഞാനും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമുക്കൊരു ദിവസം പോയാലോ? ആ, അതിനെന്താ, പോകാലോ. ഞാൻ ഫ്രീ ആണ്. ആണോടാ? എന്നാൽ നമുക്ക് മറ്റന്നാളെ പോകാം. എനിക്കും ഓഫാണ്. ഡാ, എനിക്ക് ബുള്ളറ്റിൽ പോകണം. അത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതിനിപ്പോൾ ബുള്ളറ്റ് എവിടെ നിന്ന് കിട്ടാനാ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊന്നുമില്ല. നമുക്ക് തൽക്കാലം സാധാ ബൈക്കിൽ പോവാം. ബുള്ളറ്റ് പിന്നീട് ദിവസം ഞാൻ ഒപ്പിക്കാം. ആ, ശരിയടാ. അപ്പോൾ മറ്റന്നാൾ. ഡാ, മട്ടൂർ പോകുന്ന വഴിക്ക് ഒരു പള്ളിയില്ലേ, സെൻറ് തോമസ് ചർച്ച്. അതിൻ്റെ സൈഡിൽ കൂടി ഒരു റോഡുണ്ട്. അതുവഴി മുകളിലേക്ക് കയറിയാണ് പാൽമലയിലെത്തുക. ലൊക്കേഷൻ ഞാൻ അഴക്കാം. ഞാൻ പള്ളിയുടെ അടുത്തുണ്ടാവും. നീ എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. ആ, ഓക്കെ. അല്ല, അതെന്തിനാ നീ അവിടെ നിൽക്കുന്നേ? നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് പോയാൽ പോരെ? ഞാൻ ചോദിച്ചു. അത് നിന്റെ നാടല്ലേടാ. നമ്മൾ ഒരുമിച്ച് പോകുന്നത് കണ്ട എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയും. എനിക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ ഞാൻ കാരണം വേറെ ആർക്കും ഒരു വിഷമവും ഉണ്ടാകരുത്, അവൾ പറഞ്ഞു.
ഏയ്, എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. പറയുന്നവരോട് പോകാൻ പറ. ഉം, അല്ലേലും ബാക്കിയുള്ളവർക്കല്ലേ പ്രശ്നം. അല്ലടാ, നിന്റെ വീട്ടുകാരെങ്ങാനും കണ്ട അവർക്കും വിഷമാകും. അതുകൊണ്ട് വേണ്ടടാ. ശരി, നിന്റെ ഇഷ്ടം പോലെ. അവൾ ബുള്ളറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചിരുന്നു അത് ഒപ്പിക്കണമെന്ന്. ജിതിയുടെ കസിൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ട്, അവനോട് പറഞ്ഞാൽ കിട്ടും. അങ്ങനെ ഞാൻ ജിതിനോട് കാര്യം പറഞ്ഞു. ഓഹോ, നീ അവളെയും കൊണ്ട് കറങ്ങാൻ പോയി തുടങ്ങിയല്ലേ? നിനക്ക് അവളോട് പ്രേമം തുടങ്ങിയോടാ? അവൻ എന്നോട് ചോദിച്ചു. ഒന്ന് പോടാ, അവർ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. നീ ഒരുമാതിരി മറ്റേ രീതിയിൽ കാണരുത്. ഓ, സോറിടാ, ഞാൻ ചുമ്മാ നിന്നെ ചൂടാക്കാൻ പറഞ്ഞതല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയുമെന്ന് എനിക്കറിയാം. ബുള്ളറ്റ് നാളെ വൈകുന്നേരം നിന്റെ വീട്ടിലെത്തിക്കാം, പോരെ? അവൻ ചോദിച്ചു. ഓക്കേടാ, നീയാണ് എൻ്റെ യഥാർത്ഥ നൻപൻ. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചിരിച്ചു. അടുത്ത ദിവസം രാവിലെ 6:30-ക്ക് ഞാൻ ബുള്ളറ്റും എടുത്ത് പുറപ്പെട്ടു. അവൾ പള്ളിയുടെ അടുത്ത് എത്താറായെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി വേഗം വിട്ടു. 6:40 ഞാൻ പള്ളിക്കടുത്തെത്തി. വണ്ടി കണ്ട് അവൾ അത്ഭുതത്തോടെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഡാ, നീയല്ലേ പറഞ്ഞേ ബുള്ളറ്റ് കിട്ടില്ലെന്ന്? ഇത് വല്ലാത്തൊരു സർപ്രൈസായി പോയല്ലോ. നിന്റെ ഈ കണ്ണുകൾ വിടർന്ന് തള്ളി സർപ്രൈസായിരിക്കുന്നത് കാണാനല്ലേടി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. എടാ, എൻ്റെ കുറേ കാലമുള്ള ആഗ്രഹ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. താങ്ക്സ് ഡാ. അതും പറഞ്ഞ് അവളെന്നെ കെട്ടിപ്പിടിച്ചു. ആ തണുപ്പിൽ പെട്ടെന്ന് അവളിൽ നിന്നും അങ്ങനൊരു പ്രവൃത്തി ഉണ്ടായപ്പോൾ ഞാനിത് ലോകത്തേക്ക് പാറിപ്പോകുന്ന പോലെ തോന്നി. അത് കഴിഞ്ഞ് അവൾ വണ്ടിയുടെ പുറകിൽ കയറി. വയലറ്റ് കളർ ഫുൾ സ്ലീവ് ടോപ്പായിരുന്നു അവളുടെ വേഷം. അവൾ എൻ്റെ പുറകിൽ ചേർന്നിരുന്നു. ചുറ്റുമുള്ള പ്രകൃതി ഭംഗി നോക്കി ആ യാത്ര ആസ്വദിച്ചു കൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ വേറെ പലതുമായിരുന്നു ആസ്വദിച്ചിരുന്നത്. എൻ്റെ ആൾ തല പൊക്കാനും തുടങ്ങി. ഒടുവിൽ 15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മലയുടെ മുകളിലെത്തി. ഓഹ്, അവിടുത്തെ വ്യൂ ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു സൈഡിൽ സൂര്യൻ്റെ വർണ്ണവിസ്മയം, മറുഭാഗത്ത് മരനിരകൾ, പുൽമേടുകൾ, മേഘങ്ങൾ ഞങ്ങളെ ചുംബിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. ഇതെല്ലാം കണ്ടും എന്നെ വിളിച്ച് കാണിച്ചും അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഓടി നടന്നു. ഞാൻ അവളുടെ കളികൾ നോക്കി ആസ്വദിച്ചു. എനിക്കവളുടെ നിഷ്കളങ്കത കണ്ട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അവൾ ക്യാമറ എടുത്ത് പ്രകൃതി ഭംഗി പകർത്തി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റയ്ക്കും ചേർന്നുമുള്ള ഫോട്ടോസ് എടുത്തു. എടാ, എനിക്കിവിടെ നിന്നും പോകാൻ തോന്നുന്നില്ലടാ, പക്ഷേ എനിക്ക് വിശക്കുന്നു. രാവിലെ ഒരു ചായയും 2 നേന്ത്രപ്പഴവും മാത്രം കഴിച്ചിറങ്ങിയതാ. ആഹാ, നീ നല്ല തീറ്റക്കാരിയാണല്ലോ. ഞാൻ ആകെ ഒരു കാലിച്ചായം കുടിച്ചിറങ്ങിയതാ. ഈ കഴിക്കുന്നതൊക്കെ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ചോദിച്ചു. അതേടാ, ഞാൻ നല്ല തീറ്റക്കാരിയാ, പക്ഷേ ഞാൻ അതനുസരിച്ച് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ഓ, അപ്പോൾ അതാണല്ലേ സീക്രട്ട്. ആടാ. എടാ, പറ, നമുക്ക് ഇറങ്ങിയാലോ? വിശപ്പും പോരാത്തതിന് നല്ല മഴയും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കുറച്ച് പോയപ്പോഴേക്കും മഴ വന്നു. കുറച്ച് മഴ കൊണ്ടെങ്കിലും ഒരു മരത്തിൻ്റെ താഴെ ഞങ്ങൾ വണ്ടി നിർത്തിറങ്ങി. അപ്പോഴേക്കും നന്നായി നനഞ്ഞിരുന്നു. മരത്തിനിടയിൽ ഞങ്ങൾ നിന്നു. അവൾ മഴ പെയ്യുന്നത് നോക്കി നിന്നു. ഞാൻ അവളെയും നോക്കി. അവൾ ആകെ നനഞ്ഞിരുന്നു. ആ തണുപ്പത്ത് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു. ഞാൻ അവളെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നുപോയി. പെട്ടെന്ന് അവൾ എന്നെ നോക്കി. എന്താടാ എന്നിങ്ങനെ നോക്കുന്നേ? അവൾ എന്നോട് ചോദിച്ചു. അത് മഴ കൊണ്ട് നിൽക്കുന്ന നിന്നെ കാണാൻ നല്ല രസം. നനഞ്ഞിട്ട് നിൽക്കുന്ന അവൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആ, ഉണ്ടാകും ഉണ്ടാകും എന്ന് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അയ്യോ, ഞാൻ അതല്ല, നിന്റെ മുഖ പറഞ്ഞത്. നവ്യ ചിരിച്ചുകൊണ്ട്. മനസ്സിലായി മോനെ. ഞാൻ ഒന്നും മിണ്ടില്ല. ദൂരെ മഴ പെയ്യുന്നത് നോക്കി നിന്നു. അവളുടെ ശബ്ദമാണ് എന്നെ അതിൽ നിന്നും ഉണർത്തിയത്. എടാ, മഴ മാറി പോകണ്ടേ? ആ, പോകാം. അങ്ങനെ ഞങ്ങൾ ബുള്ളറ്റിൽ കയറി. ഞാൻ വണ്ടി എടുത്തു. ഡാ, എന്താടാ നിനക്കൊരു മൂഡ് ഓഫ് പോലെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ട്രിപ്പ് തീർന്നതുകൊണ്ടാകും. അതൊന്നും അല്ല, എനിക്കറിയാം.
അതും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും എന്നിലേക്ക് കൂടുതൽ ചേർന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അടുത്തെത്തി. ഞാൻ വണ്ടി നിർത്തി. ഇനി എങ്ങോട്ടാ? ക്വാർട്ടേഴ്സിലേക്കാണോ അതോ വീട്ടിലേക്കോ? ഞാനത് പറഞ്ഞതും അവൾ നെട്ടി മാറി കുറച്ച് ഗ്യാപ്പിട്ടിരുന്നു. അത് ഞാൻ ക്വാർട്ടേഴ്സിലേക്ക്. നീ ഫ്രീ അല്ലേ? അതുകൊണ്ട് നീയും എൻ്റെ കൂടെ വന്ന് നമുക്ക് കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം പോകാം. ആ, അതിനെന്താ? ഓക്കെ, ഞാൻ പറഞ്ഞു. ഡാ, കുറച്ച് കഴിയുമ്പോൾ വലത്തെ ഭാഗത്ത് ഒരു ഹോട്ടൽ കാണും. അവിടെ നിർത്തണം. ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങണം. പോയി ഉണ്ടാക്കുമ്പോഴേക്കും ലേറ്റാകും. നല്ല വിശപ്പും ഉണ്ട്. ശരി. അങ്ങനെ വഴിയിൽ നിന്നും പൂരിയും ബാജിയും വാങ്ങി നേരെ ക്വാർട്ടേഴ്സിലേക്ക് വിട്ടു. മെയിൻ റോട്ടിൽ നിന്നും വലത്തോട്ട് ഒരു ചെറിയ ടാറിട്ട റോഡ്. അതിലൂടെ ഒരു 1/2 കിലോമീറ്റർ പോയാൽ അവളുടെ ക്വാർട്ടേഴ്സ് എത്തി. 2 ക്വാർട്ടേഴ്സ് അടുത്തടുത്തുണ്ട്. ഒന്നിൽ ആരുമില്ലെന്ന് തോന്നുന്നു. രണ്ടിനും വെവ്വേറെ കോമ്പൗണ്ടാണ്. നവ്യയുടെ നല്ല മനോഹരമായി പെയിൻറ് ചെയ്ത ഒരടിപൊളി ക്വാർട്ടേഴ്സ് ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നല്ല വൃത്തിയുമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. വിചാരിച്ച പോലെ തന്നെ നല്ല വൃത്തിയും വെടുപ്പുള്ള പരിസരം. മുറ്റത്ത് ഒരു സൈഡിൽ അവളുടെ ടാറ്റ കാർ കിടക്കുന്നുണ്ട്. നീ കാർ എടുക്കാതെയാണോ വീട്ടിൽ പോയത്? ഞാൻ ചോദിച്ചു. അല്ലടാ, ഞാൻ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വെച്ച് ബസ്സിൽ കയറിയാണ് പള്ളിയിൽ ഇറങ്ങിയത്. ഞങ്ങൾ വാതിൽ തുറന്ന് അകത്ത് കയറി. ഡാ, നീ കുളിക്കുന്നോ? ഏയ് ഇല്ല, ഞാനൊന്ന് മുഖം കഴുകിക്കോളാം. ഒരു തോർത്ത് കിട്ടിയാൽ ഈ നനഞ്ഞ തലയും കൂടി ഒന്ന് തുടക്കായിരുന്നു, ഞാൻ പറഞ്ഞു. അയ്യോ സോറിടാ, ഇതാ നീ ഫ്രഷ് ആക്. എന്നിട്ട് എവിടേക്ക് ഒന്ന് ചുറ്റിക്കാണ്. ഞാൻ അപ്പോഴേക്കും കുളിച്ചു വരാം. ഞാൻ ഫ്രഷായി വീടും പരിസരവും ചുറ്റിക്കണ്ടു. ഒരു ചെറിയ വീട്, ഒരു വരാന്ത, ഹാൾ, കിച്ചൺ, ഒരു ഓഫീസ് റൂം, ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും, വേറെ ഒരു ബെഡ്റൂമും ഒരു കുളിമുറിയും ഒരു കിണറും എല്ലാം നല്ല വൃത്തിയായി വെച്ചിരിക്കുന്നു. അടുത്തെങ്ങും വീടുമില്ല. നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ഒരു വീട് കാണുന്നുണ്ട്. വീട്ടുമുറ്റത്ത് ഒരു ഓട്ടോറിക്ഷയും. ഞാൻ വീടിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും അവൾ കുളിച്ചു വന്നു. അവളെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. കുറച്ച് മോഡേൺ രീതിയിലായിരുന്നു അവൾ അപ്പോൾ ഡ്രസ് ചെയ്തിരുന്നത്. ഞാൻ അവളെ നോക്കിയിരുന്നു പോയി. എൻ്റെ നോട്ടം കണ്ട അവൾ എന്നോട്, എന്ത് നോട്ടാടാ അത്? ഇങ്ങനൊരു വേഷത്തിൽ നിന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. അത് പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടുന്നത് എനിക്കിഷ്ടമല്ലടാ. ഇവിടെ എൻ്റെ ലോകമല്ലേ, ഞാനിവിടെ എനിക്കിഷ്ടമുള്ളത് ഇടും, അതുകൊണ്ടാണ്. എന്നാ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാട്ടോ. അയ്യടാ, നിനക്ക് കുറച്ച് വായ്നട്ടും കൂടുന്നുണ്ട്. ഞാൻ എൻ്റെ കറാട്ട പുറത്തെടുക്കണോ? അയ്യോ വേണ്ടേ, ഞാൻ ഒന്നിനുമില്ല. അല്ലടി, എങ്ങനെയാ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് നീ ഒറ്റയ്ക്ക് കഴിയുന്നത്? ഞാൻ ചോദിച്ചു. എടാ, നീ കുറച്ച് ദൂരെ ഒരു വീട് കണ്ടോ? അവിടെ ഒരു ചേച്ചി മാത്രമാണുള്ളത്. ഓട്ടോ ഓടിച്ചാണ് അവർ ജീവിക്കുന്നത്. 5 വർഷമായി ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ കറാട്ടയുണ്ട്. പിന്നെ ഇവിടെ CCTV ഉണ്ട്. വാ, കാണിച്ചു തരാം. അവളുടെ റൂമിൽ ഒരു LCD സ്ക്രീൻ ഓൺ ചെയ്തു. അതിൽ CCTV ദൃശ്യങ്ങൾ കാണായിരുന്നു. ആ വീടിന് ചുറ്റുമുള്ള സ്ഥലവും വീടിന് പിന്നാമ്പുറവും എല്ലാം അതിൽ കാണായിരുന്നു. 12 ക്യാമറകളുണ്ട്. ഈ CCTV ഒന്നും ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ പറഞ്ഞു. അതൊക്കെ ഹൈഡ് ചെയ്തിരിക്കുക. കണ്ടാൽ അതൊക്കെ നശിപ്പിക്കില്ലേ? അത് മാത്രമല്ല, വാതിലുകളിലെല്ലാം സെൻസേഴ്സ് ഉണ്ട്. ഇതൊന്നും പോരാത്തതിൽ പോലീസ് സ്റ്റേഷൻ വളരെ അടുത്താണ്. ഇവിടുത്തെ SI പ്രിയയും ഞാനും നല്ല കമ്പനിയാണ്. ഓഹോ, അപ്പോൾ ഫുൾ പ്രൊട്ടക്ഷനിലാണ് അല്ലേ? അതേടാ. എടാ വാ, എനിക്ക് വിശക്കുന്നു, നമുക്ക് കഴിക്കാം. ആ, എനിക്കും. അങ്ങനെ ഞങ്ങൾ പൂരിയും ബാജിയും കഴിച്ചു. ഡാ, നമുക്കിന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യാം. ഞാൻ പൈനാപ്പിൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നീ പായസം ഉണ്ടാക്കണം. ആ, അതിനെന്താ? അങ്ങനെ ഞങ്ങൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കി, കൂടെ പായസവും. ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ടാക്കിയതുകൊണ്ട് പെട്ടെന്ന് പണിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോൾ, എടാ നമുക്ക് ഒരു കുപ്പി എടുത്താലോ? അവൾ എന്നോട് ചോദിച്ചു. അതിന് ഇവിടെ അടുത്ത് സാധനം കിട്ടുമോ? എടാ, സാധനം എൻ്റെ ഫ്രിഡ്ജിലുണ്ട്. ആഹാ, അടിപൊളി, എന്നാ എടുക്ക്.
അവൾ പോയി 4 ക്യാൻ എടുത്തുകൊണ്ട് വന്നു. ഓഹോ, അപ്പോൾ സ്റ്റോക്കാണല്ലേ? ഞാൻ പറഞ്ഞു. അത് ഞാൻ എല്ലാ വീക്കെൻഡ്സിലും ഓരോ ക്യാൻ അടിക്കും. ചുമ്മാ ഇരുന്ന് പാട്ട് കേൾക്കും, പാചക പരീക്ഷണം നടത്തും. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം കമ്പനി എൻജോയ് ചെയ്യായിരുന്നു, നിന്നെ ഫ്രണ്ടായി കിട്ടുന്നവരെ. ആ, അതേതായാലും നന്നായി. ഇനി ഞാനുണ്ടല്ലോ കമ്പനിക്ക്. ഞങ്ങൾ 2 ക്യാൻ വീതം കഴിച്ചു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഊണും കഴിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ പായസവും. ഇത്ര ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറേ കാലമായടാ. ഇത്രയും നല്ലൊരു ദിവസം തന്നതിന്, നിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെല്ലാത്തിനും നിന്നോടെനിക്ക് നല്ല നന്ദിയുണ്ട് കേട്ടോ, നവ്യ എന്നോട് പറഞ്ഞു. ആ, എനിക്കും അതുപോലെ തന്നെയാണ്. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പിന്നെയും കുറച്ചു നേരം സംസാരിച്ച് ഒരു 5 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ദിവസം ചെല്ലുംതോറും കൂടിക്കൂടി വന്നു. അതിനിടയ്ക്ക് അമ്മയ്ക്ക് പല്ലിന് പ്രശ്നം വന്നപ്പോൾ ഞാൻ നവ്യയെ കാണിച്ചു. അങ്ങനെ അവരും പരിചയപ്പെട്ടു. അവൾ 2-3 തവണ എൻ്റെ വീട്ടിലും വന്നു. ജിതിനുമായി അവൾ കമ്പനിയായി. എല്ലാവർക്കും അവളെ വലിയ കാര്യമായി. ഒരു ദിവസം രാത്രി 11:45 നവ്യയുടെ ഒരു കോൾ വന്നു. ഞാൻ കുറച്ച് പരിഭ്രാന്തിയോടെയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ഹലോ, എന്താടി, എന്തു പറ്റി? ഒന്നും പറ്റിയില്ലടാ, കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് വിളിച്ചതാ. ഹോ, ഞാൻ പേടിച്ചു പോയി. എന്തിന്? അതും പറഞ്ഞ് അവൾ ചിരിച്ചു. ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചു. പെട്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു, എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, എന്താടി, പറഞ്ഞോ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. അയ്യോ, ഇന്നാണല്ലേ? ഫെബ്രുവരി 12. താങ്ക് യു സോ മച്ച്. അതിനിടയ്ക്ക് ജിതയുടെ കോള് വരുന്നുണ്ട്, എൻ്റെ കസിൻസിൻ്റെയും. ആഹാ, കുറേ കോള് വരുന്നുണ്ടല്ലോ. ഞാൻ കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. എനിക്ക് തന്നെ ആദ്യം വിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതാ ഞാൻ നേരത്തെ വിളിച്ചത്. താങ്ക്സ് ഡി, താങ്ക്സ് ഇ ലോട്ട്. ഞാൻ വീണ്ടും പറഞ്ഞു. ഓക്കേടാ, നീ കോള് അറ്റൻഡ് ചെയ്തോ. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ജിതിയും എൻ്റെ കസിൻ വിഷ്ണുവും വിളിച്ച് വിഷ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിച്ചു. എടാ, നാളെ നിൻ്റെ ബർത്ത്ഡേ പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് കുളിച്ച് റെഡിയായി നിൽക്കണം. പിന്നെ മുണ്ടെടുക്കണം. ഞാൻ വന്ന് പിക്ക് ചെയ്യും. ഓ, നീയാണോ പ്ലാനിങ്? ഞാൻ ചോദിച്ചു. അതെ, ഞാൻ തന്നെ. മര്യാദക്ക് രാവിലെ റെഡിയായി നിന്നോളാം. ശരി, ആയിക്കോട്ടെ. ആ, എന്നാ മോനെ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.